ഹലോ, ഞങ്ങൾ ക്രിസ്മസ് ഡെക്കോറും അതേപോലെ അന്നത്തെ ക്രിസ്മസ് ഡേയും ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ട്രീ ഒക്കെ വാങ്ങി അതൊക്കെ സെറ്റ് ചെയ്തു ഒരു 2 days ബിഫോർ. പക്ഷേ അതിൻ്റെ പൊസിഷനും ലൈറ്റ് ഇടാനുള്ള സൗകര്യങ്ങളൊന്നും ആയില്ല. പിന്നെ ഞങ്ങളതൊക്കെ മാറ്റി സ്ഥലമൊക്കെ മാറ്റി കറക്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ ഫൈനൽ ഡെക്കോർ ഇതാണ്. ഫുൾ ഓഫ് ലൈറ്റ്സ് ആയിരുന്നു, കാരണം ഇവിടെ പുൽക്കൂടിനുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ലൈറ്റ് വെച്ചിട്ടാണ് ഡെക്കോർ ചെയ്തത്. അപ്പം എന്നോട് പലരും ചോദിച്ചത് എന്താ അത് പള്ളി ഇവിടെ വീട്ടിൽ കൊണ്ട് വെച്ചതാണോ എന്ന് വരെ ചോദിച്ചു. പക്ഷെ നമ്മളടുത്ത് അതേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്തു. ഇത് പിന്നെ നേരത്തെ റിലീസ് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ സിസ്റ്ററും തമ്മിലുള്ള കോമ്പറ്റീഷനായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ പുൽക്കൂട്. അപ്പോൾ നിങ്ങൾ പറ ഇതിലേത് പുൽക്കൂടാണ് ബെറ്റർ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു 12 മണിയായപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി. കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ, സത്യം പറയാലോ. അടിപൊളി കേക്കായിരുന്നു. ഇവിടുത്തെ ഒരു കഫേയിൽ നിന്ന് വാങ്ങിയാണ്. ഞാൻ ഭയങ്കര സ്ട്രോബെറി ലവറാണ്. അപ്പോൾ ആ സ്ട്രോബെറീസ് അതിൻ്റെ അകത്ത് ഓവർലോഡഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുറച്ച് ബ്രെഡും മട്ടൺ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. സ്റ്റീം ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ. ഉച്ചയായപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി, മട്ടൻ ബിരിയാണി തന്നെ. അതിൻ്റെ കൂടെ തന്നെ മട്ടൻ്റെ ലിവർ ഫ്രൈയും ഉണ്ടായിരുന്നു. ലിവർ ഫ്രൈ ഡ്രൈ ആക്കി എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഗിരിയേട്ടൻ്റെ സ്പെഷ്യൽ തൈര് ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണവും സെറ്റാക്കി. രാത്രിയും അത് തന്നെ കഴിച്ചു. നമ്മളാകെ 2 പേരല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ കൂടെ ഡെസേർട്ടായിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി. അങ്ങനെ അന്നത്തെ ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു.